ഓപ്പോയുടെ ഓപ്പോ K13 ടർബോ പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള കൂളിംഗ് ഫാനൊക്കെ ആയിട്ട് വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. എന്നാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K13 ടർബോ പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫോണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് കൂളിംഗ് ഫാൻ വരുന്നതായിരിക്കും. പൊതുവേ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഗെയിമിംഗ് ഫോണുകളിൽ മാത്രമാണ് ഇൻബിൽഡ് ആയിട്ടുള്ള കൂളിംഗ് ഫാനൊക്കെ വരാറ്. പക്ഷേ ഈ ഒരു ഫോണിൽ 40,000 രൂപയ്ക്ക് താഴെ തന്നെ വരുന്ന ഒരു ഫോണിൽ ഈ ഒരു കൂളിംഗ് ഫാനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു കൂളിംഗ് ഫാനിൻ്റെ ചുറ്റുമായിട്ട് RGB ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫീച്ചർ മാത്രമായിരിക്കില്ല ഇതിൽ വരിക. ഇതിന് പുറമെ VC കൂളിംഗ് സിസ്റ്റവും വരുന്നതായിരിക്കും. ഇതിൻ്റെ ഏരിയ വരിക 7000 mm² ആയിരിക്കും. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം സ്നാപ്ഡ്രാഗൺ 8L8 എന്ന പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു പ്രോസസ്സറൊക്കെയാണ് ഇത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കേണ്ടതാണ്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ വില ഒരു 32,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് ഇത്. ഒരു 40,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ വലിയ തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസ്സർ എന്നും പറയാവുന്നതാണ്. അപ്പം മിക്കവാറും 40,000 രൂപയ്ക്ക് താഴെ തന്നെയായിരിക്കും ഈ ഫോണിൻ്റെ വില വരിക. അപ്പം അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇതിൽ LPDDR5Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അത്യാവശ്യം കൂടിയ 7000 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരും. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും വരുന്നതായിരിക്കും. Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. പിന്നെ IP69 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മികച്ചൊരു IP റേറ്റിംഗ് ഇതിൽ വരും. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.8 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. കേർവ്ഡ് ഡിസ്പ്ലേ ഒന്നും വരില്ല. ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയായിരിക്കും ബെറ്റർ. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഓപ്പോ ക്രിസ്റ്റൽ ഷീൽഡ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 1600 nits ആയിരിക്കും. അപ്പം ഈ ഒരു പ്രൈസിങ്ങിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ പ്ലാസ്റ്റിക് ഫ്രെയിമും അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡിയൊക്കെ ആയിരിക്കും വരിക. NFC-യുടെ സപ്പോർട്ട് വരും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-Axis ലീനിയർ മോട്ടർ ഇതിൽ വരും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നതായിരിക്കും. Android 15 ബേസ് ആയിട്ടുള്ള കളർവൈസ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണൊന്നും ആയിരിക്കില്ല. മെയിനായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് ഗെയിമിംഗ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. വോയിസിൻ്റെ സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 2 MP ഒരു സെക്കൻഡറി സെൻസർ ആയിരിക്കും വരിക. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 16 MP സോണി IMX 480യുടെ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ആവറേജ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് വന്നേക്കാം എന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ August 11 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പർപ്പിൾ ഫാൻറ്റം, മിഡ് നൈറ്റ് മാവറിക് അതുപോലെ തന്നെ സിൽവർ നൈറ്റ് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് ഈ ഒരു സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ 24,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ആ ഒരു പ്രൈസിങ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞത് ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. ഒരു 35,000 to 40,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 32,000-33,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചത് എന്ന് തന്നെ പറയാവുന്നതാണ്. 35,000 to 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ഗെയിമിംഗ് ഫോൺ എന്നും പറയാവുന്നതാണ്. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ K13 ടർബോ പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.